ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കത്തീഡ്രൽ ദേവാലയങ്ങളിലും ദേശീയ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രങ്ങളിലും 2025 ജൂബിലി വർഷവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ വാതിലുകൾ തുറക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് വ്യക്തത വരുത്തി വത്തിക്കാൻ. സുവിശേഷവൽക്കരണത്തിനായുള്ള റോമൻ ഡിക്കാസ്റ്ററിയാണ് വിശുദ്ധ വാതിലുകൾ തുറക്കുന്നതിനെക്കുറിച്ചുള്ള വിശ്വാസികളുടെ സംശയങ്ങൾക്ക് വിശദീകരണം നൽകിയത്. സ്പേസ് നോൺ കോൺഫോന്തിത് എന്ന ഔദ്യോഗിക രേഖ വഴി ഫ്രാൻസിസ് പാപ്പ നൽകിയ നിർദ്ദേശമനുസരിച്ച് വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിലും മറ്റ് 3 പേപ്പൽ ബസിലിക്കകളിലും പാപ്പായുടെ പ്രത്യേക ആഗ്രഹപ്രകാരം ഒരു ജയിലിലുമായിരിക്കും വിശുദ്ധ വാതിലുകൾ തുറക്കപ്പെടുക എന്ന് ഡിക്കാസ്റ്ററി വെളിപ്പെടുത്തി. വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയ്ക്ക് പുറമെ റോമിൽ തന്നെയുള്ള വിശുദ്ധ ജോൺ ലാറ്ററൻ ബസിലിക്ക, മേരി മേജർ ബസിലിക്ക, വിശുദ്ധ പൗലോസിന്റെ ബസിലിക്ക എന്നീ പേപ്പൽ ബസിലിക്കകളിലായിരിക്കും സഭ ജൂബിലിയോടനുബന്ധിച്ചുള്ള വിശുദ്ധ വാതിലുകൾ തുറക്കുക. 2025 ജൂബിലി വർഷത്തിന് തുടക്കം കുറിക്കുന്നതിനെക്കുറിച്ചുള്ള രേഖയിൽ 6ാം ഖണ്ഡികയിൽ 4 പേപ്പൽ ബസിലിക്കകളിലും തടവറയിലെ വിശ്വാസികൾക്കായി ഒരു പ്രത്യേക വാതിലും തുറക്കുമെന്ന് പാപ്പ വ്യക്തമാക്കിയിരുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി തടവുകാർക്ക് ദൈവകാരുണ്യത്തിന്റെ മൂർത്തമായ ഒരു അടയാളം നൽകുക എന്ന ഉദ്ദേശം മുൻനിർത്തിയാണ് തടവുകാർക്കായി ജയിലിൽ ഒരു വിശുദ്ധ വാതിൽ തുറക്കാൻ പദ്ധതിയിട്ടത് എന്നും ഡിക്കാസ്റ്ററി വ്യക്തമാക്കി.